ബറാത്ത് രാവിൽ രാത്രി 11 മണിക്ക് സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ കലവറയിൽ നിന്ന് സുപ്രഭാതത്തിനൊരു കോള് വരികയാണ്. കുഞ്ഞാപ്പുക്കാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എക്സ്പോയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. എന്താണ് കലവറ കാഴ്ച എന്നുള്ളത് നമുക്ക് നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും കാണാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഒരു വലിയ കലവറ. നമ്മൾ ഇപ്പോൾ ഒരു 100-ാം വാർഷിക സമ്മേളനത്തിന് ഒരു 10-40,000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കുന്ന ഒരിടത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരികൾ, ഉപ്പുകൾ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ തുടങ്ങിയിട്ട് പച്ചക്കറികൾ കുറേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാം. ആ സംഗതികൾ ഒരു കടയിൽ ഒരു പക്ഷെ ഇത്ര ശേഖരിച്ചു വെക്കൂല, ഒരു ഗോഡൌണിലും ഇത്ര ശേഖരിച്ചു വെക്കൂല. അരിയാണെങ്കിൽ അരി മാത്രമായിരിക്കും ഒരു ഗോഡൌണിൽ ഉണ്ടാവുക. മഞ്ഞപ്പൊടിയാണെങ്കിൽ മഞ്ഞപ്പൊടി, അല്ലെങ്കിൽ പക്ഷെ ഇതെല്ലാം ഉണ്ട്. വെള്ളം വരെയുണ്ട്. അപ്പം നമ്മൾ ആ ഗോഡൌണിലേക്കാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു കലവറയിൽ ആ ഒരു അത്ഭുത കാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഒരു പഴവും പച്ചക്കറിയൊക്കെ നമ്മളിങ്ങനെ കടകളുടെ മുറ്റത്ത് പച്ചക്കറിയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ ഇതൊക്കെ നിരത്തി വെക്കുമ്പോൾ പച്ചക്കറി സ്റ്റോറാണ്. ഇത് നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പം ഓരോ ഇടങ്ങൾ നമ്മളിങ്ങനെ കാണും. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഭക്ഷണം കൊടുക്കാനുള്ള പ്ലേറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലേറ്റ് ഹാൻഡ് വാഷ് സംഗതികളുണ്ട്. പയറാന്ന് തോന്നുന്നു അല്ലേ? മല്ലിപ്പൊടിയാണ്. ഓക്കെ, മുളക് പൊടി. ഇതൊന്നും ആരും കേൾക്കണ്ട, പയറാന്ന് തോന്നില്ല എന്ന് പറയുന്നത്. ചില്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഇവിടെ കാണാം, ഇത് അരിയാണ്. ഇത് ഏകദേശം ഒരു ലോഡ് വന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. എത്ര ലോഡ് വേണ്ടി വരും ഇവിടെ എന്നുള്ളതാണ്. അതായത് 33,313 ക്യാമ്പ് അംഗങ്ങളും ഇതിന്റെ കൂടെ വളണ്ടിയേഴ്സ് ഉണ്ട്. 40,000 എന്ന് പറയാം. കാരണം ഇവിടെ ക്യാമ്പിൽ ബുക്ക് ചെയ്യാതെ വരുന്ന, ക്യാമ്പ് കാണാൻ വരുന്ന ആളുകളൊക്കെ വന്നേക്കും. വളണ്ടിയേഴ്സ് ഉണ്ട്, ഗസ്റ്റ് വന്നേക്കും, ഞങ്ങളെ പോലത്തെ കുറച്ച് മീഡിയക്കാരുണ്ട്. അപ്പം നമ്മുടെ ഈ സംഘാടകരായിട്ടുള്ള ഇതിന്റെ ജനറൽ കൺവീനർ ഇബ്രാഹിം ഇവിടെയുണ്ട്. KSF സംസ്ഥാന സെക്രട്ടറി OP അഷ്റഫ് ഉണ്ട്, കുഞ്ഞാപ്പുക്ക ഉണ്ട്. അതോടൊപ്പം തന്നെ SP സ്റ്റോർ, അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ, അതിൻ്റെ ആളുകൾ ഇവിടെയുണ്ട്. ഏതൊരു വലിയ പരിപാടി നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ഒന്നാണ് ഈ ഭക്ഷണം എന്നുള്ളത്. വരുന്ന ആളുകൾക്ക് ക്ഷീണമില്ലാതെ അവർ ക്യാമ്പിലൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം അറിവുകളും ബാക്കിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഭക്ഷണം എത്തിക്കൽ. ഈ ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 40,000-ഓളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളെ കുറിച്ച് പറയാം? ഇവിടുത്തെ ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, കുഞ്ഞാപ്പുക്ക ഒരുക്കങ്ങളെല്ലാം പറഞ്ഞു കൊടുക്ക്. എല്ലാം ഭക്ഷണത്തിൻ്റെ മെയിൻ ഉസ്താദ് കുഞ്ഞാപ്പുക്ക എല്ലാം വിശദമായിട്ട് പറഞ്ഞു. കുഞ്ഞാപ്പുക്ക, നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞൊരു കൗതുകം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോറിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗോഡൗൺ ആണെങ്കിൽ, അരിയുടെ ഗോഡൗൺ ആണെങ്കിൽ അരി മാത്രമായിരിക്കും. അല്ലെങ്കിൽ മുളകും മല്ലിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 അതിൻ്റെ ആയിരക്കണക്കിന് സംഭവം. ഇവിടെ എല്ലാം ആയിരക്കണക്കിനുണ്ടാവും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, കിൻഡൽ കണക്കിനെന്ന് പറയാം, അല്ലെങ്കിൽ കിലോ കണക്കിന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു കൗതുകം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? ഞാൻ എൻ്റെ ഒരു വിശദീകരണം പറയാം. സമസ്ത 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കണമെന്നൊരു തീരുമാനം സമസ്ത എടുക്കുകയും ആ തീരുമാനം ചർച്ചയിൽ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട കുനിയ ഇബ്രാഹിം ഹാജി അവർകൾ അതിന് വരുന്ന എല്ലാ ചെലവുകളും വഹിക്കാമെന്ന് സന്നദ്ധത അറിയിക്കുകയും അങ്ങനെയാണ് ഈ വലിയ ഒരു ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. അങ്ങനെ സംസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനാവശ്യമായ സാധനങ്ങൾ, ആളുകൾക്ക് ഇത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റി സാധന സാമഗ്രികൾ വേണമെന്നതിനെക്കുറിച്ച് പഠനം നടത്തി അതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ആ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ഡീലേഴ്സിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുത്തതാണ് ഈ SPU എന്ന് പറയുന്ന ഒരു കമ്പനി. SPU എന്ന് പറയുമ്പോൾ SP എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര്. SPU എന്ന് കൊടുത്തിട്ടുള്ള ഇവരുടെ പിതാവ് ഉമ്മർ ഹാജി എന്ന വ്യക്തിയുടെ ആ ഒരു നാമം കടക്ക് കൊടുത്തതാണ് SPU എന്നത്. ഇത് ബഹുമാനപ്പെട്ട നസീം സാഹിബ് ഇവരാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. സമസ്ത സമ്മേളനത്തിന് ആവശ്യമായി വരുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തത്, അതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി സാധനങ്ങൾ അവരിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എത്രയാണോ സാധനങ്ങൾ ആവശ്യം അത് നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുക.
ബാക്കി വരുന്ന സാധനങ്ങൾ അവർ തിരിച്ചു കൊണ്ടുപോകുമെന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കലവറയിലേക്ക് ആവശ്യം വരുന്ന ഏത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അതത് സമയങ്ങളിൽ ആവശ്യം വരുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോവുക. അത് മൊത്തം അവസാനം അല്ലാതെ അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഇത്ര വേണം അത് അയക്കണം എന്ന് പറയുന്നൊരു സിസ്റ്റം ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഒരു സമാധാനം. ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ ഇനി നമുക്കറിയേണ്ടത് ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അരി, എത്ര കിൻഡൽ അരി നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ? 80 ടൺ അരി വേണം. നിലവിലുള്ള കണക്ക് കിൻഡല് അതിൽ ഇല്ല. 1000 കിലോ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുണ്ട്. 80 800 അല്ല 80,000 കിലോ കിലോ. അപ്പോൾ അത് 80 ടണ്ണ് അരി ഇവിടെ വേണം. ഓപ്പിനെ പോലത്തെ ആൾക്കാരല്ലേ. അതിലിപ്പോൾ അരികൾ നമുക്ക് 4-ാം തീയതി മുതലാണ് കൂടുതൽ അരികൾ ആവശ്യം വരുന്നത്. അതിന് മുമ്പ് തന്നെ 2 ലോഡ് അരി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് ബാക്കി സാധനങ്ങളും വരാനുണ്ട്. അതിലൊക്കെ പ്രത്യേകിച്ച് ഈ മനുഷ്യനിവിടെ സദാസമയം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് കുറവ് വരുന്നത് അതത് സമയങ്ങളിൽ മൂപ്പര റിസ്കിൽ മൂപ്പര മക്കളും അനിയന്മാരും. നമുക്കിതൊരു കൗതുകം, ഈ 80,000 എന്ന് പറഞ്ഞതുപോലത്തെ അടുത്തൊരു കൗതുകം എന്താണ്? എത്ര കിലോ ഓരോ ഉപ്പ് വേണ്ടി വരും, കടുക് വേണ്ടി വരും, എണ്ണ വേണ്ടി വരും, അങ്ങനെ തുടങ്ങി അങ്ങനെ ഒരു സംഭവം. എങ്ങനെ എത്രയൊക്കെയാണ് നിങ്ങളുടെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യത്തിലധികം, ഇവർക്ക് എത്രയാണ് ഇവർ പറഞ്ഞതിലധികം ക്വാണ്ടിറ്റി നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും എത്ര വേണമെങ്കിലും എത്തിക്കാനും സന്നദ്ധത അറിയിച്ചുകൊണ്ട് അതിനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലുപരി നമുക്ക് വേണ്ടതിലധികം സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഉപ്പയുടെ പേരായിരിക്കുമല്ലോ ഉമ്രാജി എന്ന് പറഞ്ഞാൽ അല്ലേ? പണ്ട് മുതലേ ഉള്ളൊരു പലചരക്ക് സംവിധാനമൊക്കെ ആയിരുന്നോ? 1968 ഉപ്പ സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. ബാപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മക്കൾ നടത്തിക്കൊണ്ടുപോകും. അല്ല, സ്വാഭാവികമായിട്ടും ഒരു ലിസ്റ്റ് കൊടുക്കും. എന്ത് പരിപാടിക്ക് ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ല എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കാന്ന് ഏത് മൊമെന്റിൽ അങ്ങനെ ഒരു ചിന്ത വന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് അപ്പുറം സമസ്ത എന്ന് പറയുന്ന വലിയൊരു സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാം, അതിലേക്ക് നമുക്ക് ആളുകൾ എത്ര വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വേണ്ടത്ര സാധനം അതില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിഷമം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് തന്നെയാണ് ആ ചിന്തയാണ് ഇങ്ങനെ ഒരു ശരിക്കും അതൊരു വലിയ കാര്യം. കാരണം നമ്മളെപ്പോഴും കണക്ക് കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് തരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട്. കാരണം സ്റ്റോക്ക് എത്തിക്കുക എന്നുള്ള അത്ര ചെറിയ കാര്യമല്ലല്ലോ. കാരണം ഇതിന് തിരിച്ചു കൊണ്ടുപോകുന്ന സാധനം പിന്നീട് വിറ്റ് ചിലവഴിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അവരും ഓൾറെഡി മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരിക്കുമല്ലോ. ഒരു കൗതുകത്തിന് വേണ്ടി ഒന്നുകൂടി ചോദിക്കാം. നമുക്ക് അരി 80,000 പറഞ്ഞു. ഇനി മറ്റുള്ള സംഭവങ്ങളുടെ അളവെന്ന് പറയാമോ? നമുക്ക് വേണ്ടത് എത്രയാണെന്നുള്ളത് അത് ലളിതമായ ഒരു കണക്ക് പറയാം. കുറച്ച് കാര്യം മാത്രം. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും വെട്ടത്ത് രാജാവ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വെട്ടത്ത് രാജാവ് നിർമ്മിച്ച ഒരു ചിറയാണ് വെട്ടിച്ചിറ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പറയുമ്പോൾ ലളിതമായി മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നൊരു സംഗതിയാണ്. അത് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് 500 പറ ഉപ്പാണ് എന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് ആ വെട്ടിച്ചിറയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 4800 കിലോ ഉപ്പാണ്. അപ്പോൾ 4800 കിലോ ഉപ്പ് ഇവിടെ നമ്മൾ ഭക്ഷണത്തിന് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന മറ്റ് സാധനങ്ങൾ എത്രയാണ് എന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതിനെ മൾട്ടിപ്പിൾ ചെയ്യാന്നുള്ളതാണ്. OP അഷ്റഫ് സാഹിബ് കൂടെ നമ്മൾ കൂടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ള കേരളത്തിലെ അത്യപൂർവ ഇടം. തീർച്ചയായിട്ടും ഇത് ഒരു സമ്മേളനം എന്നതിനൊക്കെ അപ്പുറത്ത് നാട് ഏറ്റെടുക്കുന്നു എന്നതാണ്. നാട്ടുകാർ ഏറ്റെടുക്കുന്നു. ഓരോ പ്രദേശത്തേക്കും ഓരോ സംഭവങ്ങളുമായി ചെല്ലുന്ന സമയത്ത് അവിടങ്ങളിലൊക്കെ സമസ്തയെ വല്ലാതെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ്. നമ്മൾ UAE ദുബായിൽ നിന്ന് അന്താരാഷ്ട്ര പ്രചാരണോദ്ഘാടനം നടക്കുന്ന സമയത്ത് ഞാൻ നേർസാക്ഷിയായ ആളാണ്. അതൊരു കേരളത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് സമാനമായ സമ്മേളനമാണ് അവിടെ നടന്നത്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. പ്രേമചന്ദ്രൻ പോലും ആ സദസ്സിനെ കണ്ടിട്ട് അദ്ദേഹം സമസ്ത പ്രസംഗിച്ചു എന്നതാണ്. അപ്പോൾ അത്രമാത്രം അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഓരോന്നും വ്യത്യസ്തമായി വരുന്നു എന്നത് ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സത്യത്തിൽ കുറച്ച് നേരത്തെ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ പന്തലൊരുങ്ങുന്നു, വിശാലമായ
ഊട്ടുപുര ഒരുങ്ങുന്നു. അത് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ വളരെ മനോഹരമായ ഈ ആവശ്യത്തിലധികമുള്ള ഭക്ഷ്യധാന്യ വസ്തുക്കൾ മുഴുവൻ എല്ലാ സാധനങ്ങളും എത്തിച്ചുകൊണ്ടുള്ള ഒരു നല്ല സ്റ്റോർ അത് ഇതിനകത്ത് വരുന്നു. ഇത് സമസ്തയെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. സഹോദരി കണ്ടിട്ട് എന്ത് പറയുന്നു? അൽഹംദുലില്ലാഹ് വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കി. ഇൻഷാ അല്ലാഹ് അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഇതൊരു മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയും അല്ലേ. ഏതായാലും നമ്മൾ ഊട്ടാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും നല്ല ഭക്ഷണവും നല്ല രുചിയൂറുന്ന ഭക്ഷണം തന്നുമൊക്കെ നമ്മൾ പരസ്പരം നമുക്കിങ്ങനെ കഴിച്ചും കഴിപ്പിച്ചുമൊക്കെ ഉള്ളൊരു സഹവർത്തിത്വമായിരിക്കും നമ്മുടെ ഈ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണിത്. അപ്പം സർവം സജ്ജം എന്നാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണങ്ങളെ ഓരോന്നും വ്യത്യസ്തവും മെനു തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യത്തില്ല. പലരും അങ്ങനെ പറയാം, ഓരോന്നും വ്യത്യസ്തമാകുന്നു. അത് തന്നെ ടേസ്റ്റിലോ മറ്റോ ഒരു തരത്തിലുള്ള കുറവില്ലാത്ത വിധം നല്ല ഫുഡ്, ഏറ്റവും നല്ല ഫുഡ് നന്നായിട്ട് നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം, നന്നായിട്ട് നല്ല ചൂടോടുകൂടെ തന്നെ കൊടുക്കുന്നു. 33,313 പേര് എത്തിച്ചേരുന്ന ക്യാമ്പിൻ്റെ ഭക്ഷണ വിതരണത്തിൻ്റെ സിസ്റ്റം പോലും നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഒരേ സമയത്ത് വളരെ ചെറിയ സമയത്തിനകത്ത് മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന വിധം ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രവും അതിൻ്റെ പ്ലേറ്റ് മറ്റു സാധനങ്ങളൊക്കെ നേരത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞു. സാധാരണ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തും അതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കലാണ്. ഇത് സമ്മേളനത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ ക്രമീകരണങ്ങൾ ഏകദേശം അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം.